വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 17ാമത്തെ ചാപ്റ്ററാണ് ഞങ്ങളെ ദ ബ്യൂട്ടി ഓഫ് ഡൈവേഴ്സിറ്റി. അതായത് നമ്മുടെ ബയോളജിയുടെ 2ാമത്തെ പാഠമാണ് കേട്ടോ. ബയോളജിയുടെ ഒരു പാഠം നമ്മൾ ഇട്ടാണ്, ഇത് 2ാമത്തെ പാഠമാണ്. പാർട്ട് 2ലെ ടെസ്റ്റാണ് കേട്ടോ. പാർട്ട് 2 ആണ് ടെസ്റ്റിലെ 2ാമത്തെ പാഠം ബയോളജി കേട്ടോ. ഏതാ ചാപ്റ്റർ 17. പാഠത്തിൻ്റെ പേരെന്താ നിങ്ങളെ ദ ബ്യൂട്ടി ഓഫ് ഡൈവേഴ്സിറ്റി. എന്താ ഈ ഡൈവേഴ്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈവിധ്യം അല്ലേ, വ്യത്യസ്ത തരത്തിലുള്ള ബ്യൂട്ടി അല്ലേ, വ്യത്യസ്ത തരത്തിലുള്ള ബ്യൂട്ടിയാണ്, വൈവിധ്യങ്ങളുടെ സൗന്ദര്യം. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഇവിടെ ഞാൻ ഇംഗ്ലീഷും മലയാളവും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പേ ടെസ്റ്റ് കണ്ടോ നിങ്ങൾ, ഇതിനകത്തിലെ ചോദ്യങ്ങളാണ് ഫസ്റ്റിൽ. നമ്മൾ ഇതിനകത്തിലൊക്കെ ആണോ അല്ലയോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, വൈവിധ്യങ്ങളുടെ സൗന്ദര്യം എന്നാണ് പാഠത്തിൻ്റെ പേര്. നോക്കിക്കേ, കുറേ കുട്ടികൾ, ഇതൊരു സ്കൂളാണ് അല്ലേ, അതിൻ്റെ വാതുക്കൽ കുറേ കുട്ടികൾ നിന്ന് കളിക്കുന്നുണ്ട്, കുറച്ച് പേര് നോക്കി നിൽക്കുന്നുണ്ട്, കുറച്ച് പേരുടെ ആ മരത്തേലൊക്കെ എന്തെല്ലാം ഉണ്ട് അല്ലേ. നമുക്ക് നമ്മുടെ പ്രകൃതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ കുഞ്ഞുങ്ങളെ. മരത്തെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോ മരത്തിൽ അല്ലേ. അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിൽ അതിൻ്റെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, ചിത്രം 17.1 നമ്മുടെ ഇത്. കാരണം ഇതിനകത്ത് ഇനി അങ്ങോട്ടും ചിത്രങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഈ പിക്ചർ എടുത്തേക്കുന്നത് കേട്ടോ. 17.1 നോക്കിയേ, സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൻ്റെ ചിത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൻ്റെ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. വിച്ച് ആർ ദ ലിവിങ് ഓർഗാനിസം ദാറ്റ് യു സീ ഇൻ ദ പിക്ചർ. ചിത്രത്തിൽ ഏതെല്ലാം ജീവജാലങ്ങൾ കാണുന്നുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വാട്ട് ഓർഗാനിസം ആർ ഫൗണ്ട് ഇൻ ദ സ്കൂൾസ് ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. ഒന്നാമത്തെ ചോദ്യം തന്നെ നമ്മളൊരു ചോദ്യമായിട്ടാണ്, അതുകൊണ്ട് ഇങ്ങനെ ഈ ചോദ്യം കേട്ടോ ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ടേക്കുന്നത്. ഇവിടെ സ്കൂളിലെ നോക്കണേ നിങ്ങൾ, ഇവിടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൻ്റെ എന്ന് വെച്ചാൽ സ്കൂൾ ഗ്രൗണ്ട് അല്ലെ, ഗ്രൗണ്ട് അല്ല ഗാർഡൻ എന്ന് വേണേൽ പറയാം അല്ലേ, ഉദ്യാനത്തിൻ്റെ ചിത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ ചിത്രത്തിൽ ഏതെല്ലാം ജീവജാലങ്ങളാണ് കാണപ്പെടുന്നത്? നിങ്ങൾക്ക് തന്നെ പറയാം അല്ലേ, നമുക്ക് കണ്ടാൽ തന്നെ പറയാൻ പറ്റും. അപ്പോൾ അതൊരു ചോദ്യമായിട്ടാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കത് എഴുതാം. സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൻ്റെ ചിത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ചിത്രത്തിൽ ഏതെല്ലാം ജീവജാലങ്ങളാണ് കാണപ്പെടുന്നത്? വിച്ച് ആർ ദ ലിവിങ് ഓർഗാനിസം ദാറ്റ് യു സീ ഇൻ ദ പിക്ചർ. വാട്ട് ഓർഗാനിസം ആർ ഫൗണ്ട് ഇൻ ദ സ്കൂൾസ് ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. എന്തൊക്കെയാവും നിങ്ങളെ നമ്മൾ ആ പടത്തിൽ കണ്ടത്? നോക്കിക്കേ, ബട്ടർഫ്ലൈസ്, സ്ക്വറൽസ്, ചാമിലിയോൺ, ഫ്രോഗ്, ഹ്യൂമൻ, ഗ്രാസ്, ബുഷസ്, ഷ്രബ്സ്, ആൻഡ്, ലോട്ടസ്, ക്രീപ്പേഴ്സ്, ഡക്ക്, സ്മാൾ പ്ലാന്റ്സുകൾ, ക്രോയെ, പീജിയോൺ, ഡോവ്, ബീ, പാരറ്റ്, ക്ലൈംബേഴ്സ്, എക്സെട്രാ അല്ലേ, തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. നോക്കൂ നിങ്ങളെ, പൂമ്പാറ്റ, അണ്ണാൻ, ഓന്ത്, കറക്റ്റ് ഓന്ത് അല്ലേ, ചാമിലിയോൺ അല്ലേ, ഓന്ത്, അതുപോലെ തവള, മനുഷ്യന്, പുല്ല്, കുറ്റിച്ചെടികൾ, ഉറുമ്പുകൾ, താമര, ജലസസ്യങ്ങൾ, താറാവ്, ചെറുസസ്യങ്ങൾ, പിന്നെ താറാവ് 2 വന്നിട്ടുണ്ടല്ലേ, ഒരു താറാവേ ഉള്ളൂ അല്ലേ, എന്തിനാ തോനെ താറാവിനെ അല്ലേ, കാക്ക, പ്രാവ്, തേനീച്ച, തത്ത, വള്ളിച്ചെടികൾ അല്ലേ, എന്തെല്ലാമാണ് നമ്മളോട് അത് ഫസ്റ്റ് ചോദിച്ചത് കൊണ്ടാണ് നമ്മളോടതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ചോദിച്ചേക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് എഴുതിയത്. നമ്മളെല്ലാം ക്വസ്റ്റ്യൻ ആൻസറുകളും അങ്ങ് ടെസ്റ്റിലെ അനുസരിച്ച് എഴുതിയെന്നേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇതിനകത്ത് പഠിക്കാൻ ഒന്നുമില്ല. ആ പിക്ചറിൽ എന്തൊക്കെ കണ്ടു അത്രയേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടെ കാണാതെ പഠിക്കണോ, ഇത് പഠിക്കണ്ട, എന്തൊക്കെയുണ്ട് എന്ന് നമ്മളോട് ചോദിച്ചത് കൊണ്ട് ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. നോക്കിയേ അടുത്തേ, നിങ്ങൾ കണ്ടെത്തിയ ജീവജാലങ്ങളെ ഏതെല്ലാം രീതിയിൽ തരംതിരിക്കാം. ഇവിടെ നമ്മൾ നോക്കിയോ നിങ്ങൾ, ഇവിടെ കുറേ ജീവികളെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇതിനെ നമുക്ക് ഏതെല്ലാം രീതിയിൽ തരംതിരിക്കാം? നിങ്ങൾ കണ്ടെത്തിയ ജീവജാലങ്ങളെ ഏതെല്ലാം രീതിയിൽ നമുക്ക് തരംതിരിക്കാം? ഇൻ വിച്ച് ഡിഫറെൻറ്റ് വേസ് ക്യാൻ യു ക്ലാസിഫൈ ദ ഓർഗാനിസം യു ഐഡൻറ്റിഫൈ ദ. നോക്കൂ നിങ്ങളുടെ ക്ലാസിഫിക്കേഷൻ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോസ് ലിവിങ് ഓൺ ലാൻഡ് ആൻഡ് ദോസ് ലിവിങ് ഇൻ വാട്ടർ, പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ്, ബേർഡ്സ്, സ്മാൾ ഓർഗാനിസം, ലാർജ് ഓർഗാനിസം, ദോസ് വിത്ത് ഗ്രീൻ കളർ, ദോസ് വിത്ത് അതർ കളേഴ്സ്, ക്ലൈംബേഴ്സ്, വൈൻസ്, എക്സെട്ര അല്ലേ. എന്തൊക്കെയാ? കരയിൽ വസിക്കുന്ന ജീവികളുണ്ട്, കരയിൽ മാത്രം ജീവിക്കുന്ന, നമ്മൾ ഏതാ കരയിൽ ജീവിക്കുന്നതാണോ വെള്ളത്തിൽ ജീവിക്കുന്നതാണോ അല്ലേ, എവിടെ നിങ്ങൾ നമ്മൾ കരയിൽ ജീവിക്കുന്ന ജീവികളല്ലേ, ഇല്ലയോ? വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ജീവികളുണ്ട്. ഓക്കെ, ഫിഷ് ഇല്ലേ, ഈ ഫിഷ് അല്ലേ വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ജീവിയാണ്. നമ്മളോ കരയിൽ മാത്രം ജീവിക്കുന്നതാണ്. എന്നാൽ അതാണ്ട് ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്, എന്താ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആളാണിത് കേട്ടോ. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആളാണ് ആരാണ്? നമ്മുടെ മാക്രിക്കുട്ടൻ, തവളച്ചേട്ടൻ കണ്ടോ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി അതുപോലെ തന്നെ ഡക്ക്, താറാവ്, ഇതും കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്ന. അങ്ങനെ ഇവിടെ നോക്കാനാണെങ്കിൽ ഒരുപാട് പറക്കുന്ന പക്ഷികൾ കണ്ടോ, ഒരുപാട് പടം കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കിയേ, കരയിൽ വസിക്കുന്നവയുണ്ട്, ജലത്തിൽ വസിക്കുന്നവയുണ്ട്,
ജീവിക്കുന്നവയുണ്ട്, പിന്നെ സസ്യങ്ങളുണ്ട്, ജന്തുക്കളുണ്ട്, പക്ഷികളുണ്ട്, ചെറിയ ചെറിയ ജീവജാലങ്ങളുണ്ട്, വലിയ ജീവജാലങ്ങളുണ്ട്, പച്ച നിറമുള്ളവയുണ്ട്, മറ്റ് നിറങ്ങൾ ഉള്ളവയുണ്ട്, വള്ളിച്ചെടികളുണ്ട്. എന്തെല്ലാം നമ്മൾ കണ്ട വള്ളിച്ചെടികളുണ്ട്, പറന്നു പോകുന്നതാണ്. പിന്നെ ഇതിനകത്തിലാണ്ട വള്ളിച്ചെടി, ക്രീപ്പേഴ്സും ക്ലൈംബേഴ്സും ഒക്കെ പഠിച്ചോ അറിയാമോ? ക്രീപ്പേഴ്സും ക്ലൈംബേഴ്സും ഒക്കെ. ക്രീപ്പേഴ്സ് എന്ന് വെച്ചാൽ എന്തോ നിങ്ങളെ താഴെ പടർന്ന് കളിക്കുന്നത്. ഇപ്പം മത്തങ്ങ ഉണ്ടോ എന്ന് വെച്ചാൽ വെയിറ്റുള്ള ഉണ്ടല്ലോ. ഇപ്പം മത്തങ്ങ നമ്മൾ എത്ര മേളിൽ കയറ്റി വിട്ടാലും വെയിറ്റ് വരുമ്പോൾ അതിന് നിലത്ത് വരും അല്ലേ. ഇപ്പം എന്താ കോവൽ, പിന്നെ നമ്മുടെ മുന്തിരിങ്ങ, ഇതൊക്കെ എന്താണ് ക്ലൈംബേഴ്സാണ് അല്ലേ. നമ്മളത് മേളിൽ കെട്ടി അല്ലേ. മുന്തിരിങ്ങയൊക്കെ തറയിൽ കിടന്നാണോ കളിക്കുന്നത്? മേളിലാണ് കേട്ടോ. അപ്പോൾ അവ ഓക്കെ, ഇവിടെ അത് നമ്മളോട് ചോദിച്ചില്ല, എന്നാലും ക്ലൈംബേഴ്സ് താഴെയുള്ളതും മേളിലുള്ളതും ഒക്കെ ഉണ്ട്, അതുകൊണ്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ചിത്രത്തിൽ നിങ്ങൾ കണ്ടെത്തിയ ജീവജാലങ്ങൾക്ക് പുറമേ മറ്റെന്തെല്ലാം ജീവജാലങ്ങളെ അല്ലെ ജീവികളെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ നമുക്ക് കാണാൻ കഴിയും? നമ്മൾ കണ്ടെത്തിയ ജീവജാലങ്ങൾ, നമ്മൾ ഈ കണ്ടെത്തിയത് മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളെ? നമ്മളിപ്പോൾ ഈ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇതിനകത്തിൽ? നോക്കിയേ, ഉള്ളോ? അല്ല, മറ്റെന്തെല്ലാം നമുക്ക് ഇതിനകത്തിൽ പറ്റും? എന്തൊക്കെ പറ്റും കുഞ്ഞുങ്ങളെ? അപ്പം നമ്മൾ ഒന്നാമത്തെ എന്താ പഠിച്ചത്? ഇത് ക്വസ്റ്റ്യൻ ആൻസറായിട്ട് നിങ്ങൾ കാണാതെ പഠിക്കണ്ട, മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യന് നമ്മുടെ ആ സ്കൂളിലെ എന്താ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ എന്തെല്ലാം നമ്മൾ കണ്ടു. രണ്ടാമത്തത് എന്താ, നിങ്ങൾ അതിനെ എങ്ങനെ ഒന്ന് വേർതിരിക്കാൻ പറ്റും? വെള്ളത്തിൽ ജീവിക്കുന്നവയുണ്ട്, കരയിൽ ജീവിക്കുന്നവയുണ്ട്, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവയുണ്ട് അല്ലേ. ആകാശത്ത് കൂടി പറക്കുന്നതിൻ്റെ അതിൽ നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അല്ലേ, ജന്തുക്കൾ, പക്ഷികൾ, ചെറിയ ചെറിയ ജീവൻ, നമുക്ക് കാണാൻ പറ്റാത്ത ജീവജാലങ്ങളും ഇവിടെ ഉണ്ട് അല്ലേ. നമ്മളതും പഠിച്ചിട്ടുള്ള അല്ലേ. നമുക്ക് കണ്ണുകൊണ്ട്, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ജീവജാലങ്ങൾ വരെയും ഇതിന് ചുറ്റും എല്ലാം ഉണ്ടെന്ന് അല്ലേ കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം നോക്കൂ നിങ്ങളെ. ചിത്രത്തിൽ നിങ്ങൾ കണ്ടെത്തിയ ജീവജാലങ്ങൾക്ക് പുറമെ മറ്റെന്തെല്ലാം ജീവികളെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ നമുക്ക് കാണാൻ പറ്റും? അപ്പാർട്ട് ഫ്രം ദ ഓർഗാനിസം യു ഫൗണ്ട് ഇൻ ദ പിക്ചർ, വാട്ട് അതർ ലിവിങ് തിങ്സ് ക്യാൻ ബി സീൻ ഇൻ ദ ബയോഡൈവേഴ്സിറ്റി പാർക്ക്? എന്തൊക്കെ കുഞ്ഞുങ്ങളെ? വേരിയസ് ഇൻസെക്ട്സുകൾ അല്ലേ, വിവിധ ഷഡ്പദങ്ങൾ, നമുക്ക് കാണാൻ പറ്റാത്തതൊക്കെ ചിലപ്പോൾ ഈ ഇലയുടെ കീഴിലും അല്ലേ, ഈ ഇലയുടെ മറവിനും, ഈ പോച്ച എന്താ ഇവിടെ ഒരു ചെറിയൊരു മരം നിൽപ്പുണ്ട്, ഇവിടെ ഇതിൻ്റെയൊക്കെ മറവിലൊക്കെ കാണത്തില്ലേ ഇല്ലേ, ചെറിയ ഇൻസെക്ട്സുകൾ, വേരിയസ് ഇൻസെക്ട്സുകളുണ്ട്, ബേർഡ്സുകളുണ്ട്, പ്ലാന്റ്സുകളുണ്ട്, ഫിഷ് ഉണ്ട്, അക്വാറ്റിക് ആനിമൽസ് ഉണ്ട്, മൈക്രോ ഓർഗാനിസം ഉണ്ട് അല്ലേ, വിവിധ ഷഡ്പദങ്ങളുണ്ട്, പക്ഷികളുണ്ട്, സസ്യങ്ങളുണ്ട്, മത്സ്യങ്ങളുണ്ട്, ജലജന്തുക്കളുണ്ട്, സൂക്ഷ്മ ജീവികളുണ്ട് അല്ലേ. ഇവയെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തവയും ഒക്കെ ഒരുപാട് നമ്മൾ ഈ പറഞ്ഞത് കൂടാതെ ഇതിനകത്തിൽ ഉണ്ട് കേട്ടോ. ഓരോന്നും മനസ്സിലാക്കി എഴുതണേ. നമ്മൾ ഇതിനകത്തിലൊന്നും കാണാതെ പഠിക്കാൻ വേണ്ടി ഒന്നുമില്ല കുഞ്ഞുങ്ങളെ കേട്ടോ. ഞാൻ ടെസ്റ്റിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, കാണാതെ പഠിക്കാൻ വേണ്ടി അതിനകത്തിലൊന്നുമില്ല കേട്ടോ. ഓക്കെ ആണോ? 3 ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിക്കേ, അടുത്ത് കാണപ്പെടുന്ന സ്ഥലം, നിരീക്ഷിച്ച സസ്യങ്ങൾ, ജന്തുക്കൾ എന്നിവ എന്ത് ചെയ്യുക, നമ്മൾ പട്ടികപ്പെടുത്തുക. നമ്മളിപ്പോൾ കാണപ്പെട്ടല്ലോ കുറേ ഇത് കണ്ടല്ലോ, അതിൽ നമ്മൾ എന്തൊക്കെ സസ്യങ്ങളാണ്, ജന്തുക്കളാണ് എന്നിവയൊക്കെ ഒന്ന് പട്ടികപ്പെടുത്തി നമ്മൾ എഴുതാൻ. നോക്കിക്കേ, ഇവിടെ വെള്ളത്തിൽ നമ്മൾ എന്തോത്തിനെയൊക്കെ കണ്ടു, കരയിൽ എന്തോത്തിനെയൊക്കെ കണ്ടു അല്ലേ, അതൊക്കെ ഒന്ന് എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, മാച്ച് ദ ഒബ്സർവ്ഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് വിത്ത് ദ പ്ലേസസ് വേർ ദേ ആർ ഫൗണ്ട്. കാണപ്പെടുന്ന സ്ഥലം, നിരീക്ഷിച്ച സസ്യങ്ങൾ, ജന്തുക്കൾ എന്നിവയെ നിങ്ങളൊന്ന് ജോഡികളാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജോഡിയാക്കാൻ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരുമിച്ചുള്ള എന്ന് വെച്ചാൽ നോക്കിയാൽ ഇവിടെ പോണ്ട്, അവിടെ ഒരു കുളം കൊടുത്തിട്ടുണ്ട് അല്ലേ, പോണ്ട്, കുളം. ഞാൻ എല്ലാം മലയാളം ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. ഇതിനകത്തിൽ കാണാതെ പഠിക്കാനൊന്നുമില്ല, നോക്കി മാത്രം മനസ്സിലാക്കുക. കുളം കേട്ടോ, കാരണം ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് നമ്മൾ പോയിട്ടില്ല. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ ആൻസർ എടുക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ കേട്ടോ, പക്ഷേ നമുക്ക് തുടക്കം മുതലേ ഒന്ന് എടുക്കേണ്ടതുകൊണ്ടാണ് ഇത്രയും ഞാൻ എഴുതിയത്. അവിടെ കുളമുണ്ട്, കുളത്തിൽ എന്തൊക്കെയുണ്ട്, ലോട്ടസ് ഉണ്ട്, താമരയുണ്ട്, സ്മാൾ അക്വാറ്റിക് പ്ലാന്റ്സുകളുണ്ട്, ചെറിയ ജലസസ്യങ്ങളുണ്ട്, ഫ്രോഗ് ഉണ്ട്, ഫിഷ് ഉണ്ട് അല്ലേ, തവളയുണ്ട്, മത്സ്യമുണ്ട്. ഇത് ഇത്രയും നമുക്ക് എന്താണ് ആ പോണ്ടിനകത്ത് അല്ലേ, ഈ കുളത്തിനകത്തിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ. വേണ്ട, ഇവിടെ ഒരു മാക്രി അല്ലേ, ഫ്രോഗ് ഇരിപ്പുണ്ട്, ഇവിടെ ഒരു ഫ്രോഗ് ഇരിപ്പുണ്ട്, ഇവിടെ ഫിഷ് ഇരിപ്പുണ്ട് അല്ലേ. പിന്നെയോ ഇതിനകത്ത് എന്തൊക്കെ കാണും? ചെറിയ അക്വാറ്റിക്, ചെറിയ നമുക്ക് കാണാൻ പറ്റാത്ത ഇല്ലേ, ചെറിയ എന്താ സസ്യങ്ങൾ, ചെറു സസ്യങ്ങളൊക്കെ കാണും അല്ലേ. അക്വാറ്റിക് പ്ലാന്റ്സുകൾ ഉണ്ട്, അക്വാറ്റിക് പ്ലാന്റ്സുകളുണ്ട്, പിന്നെ താമര, ലോട്ടസ് ഉണ്ട് അല്ലേ. കുളത്തിനകത്തിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഗാർഡനിൽ നോക്കിക്കേ, ആ ഗാർഡനിൽ വേറെ എന്തൊക്കെയുണ്ടോ നിങ്ങളെ? ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ലേ. പൂന്തോട്ടത്തിൽ നമുക്ക് എന്തൊക്കെ കാണുന്നു എന്നാ, എന്തൊക്കെയാ? പൂച്ചെടികളുണ്ട്, ചെറു സസ്യങ്ങളുണ്ട്, ചെറിയ സസ്യങ്ങളുണ്ട്, പിന്നെ ഉറുമ്പുണ്ട്, പൂമ്പാറ്റയുണ്ട്, പക്ഷികളുണ്ട് അല്ലേ. ഉറുമ്പിനെ എവിടെ കണ്ടായിരുന്നു നോക്കിട്ടെ? അതെ,
ഉറുമ്പുണ്ട് കണ്ടോ, ഓരോന്നുണ്ട് കേട്ടോ, ഉറുമ്പുണ്ട്. പിന്നെ പക്ഷികളുണ്ട് അല്ലേ, പൂന്തോട്ടത്തിൽ എന്തൊക്കെ നമ്മൾ കണ്ടു. ഇനി മരത്തേൽ ട്രീസിൽ എന്തൊക്കെ കണ്ടു ഇല്ലേ, ട്രീസിൽ മരത്തേലും എന്തൊക്കെയുണ്ട്, മരത്തേലും ഉറുമ്പുണ്ട് ഉണ്ട്, ഇവിടെ ഉറുമ്പുണ്ട്. പിന്നെ ഗാർഡൻ എന്ന് വെച്ചാൽ മൊത്തത്തിൽ പറയുന്നതാണ് ഈ ഗാർഡൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവിടെ നമ്മൾ വിചാരിക്കും എന്തിനാ ഈ ഉറുമ്പൊക്കെ എഴുതിയത്, മൊത്തത്തിലാണ് ഈ ഗാർഡൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് അതിനകത്തിൽ ഓരോന്നിലും ഉള്ളതെന്ന് വെച്ചാൽ എഴുതാനാവും. നിങ്ങൾ ഇവിടെ ട്രീസ്, മരത്തേൽ ക്ലൈംബേഴ്സ് ഉണ്ട്, നല്ല വള്ളിച്ചെടികളുണ്ട് ആ മരത്തേൽ, അല്ലെങ്കിൽ വൈൻസുകൾ അല്ലേ, പിന്നെ ബേർഡ്സ് ഉണ്ട്, ലിസാർഡ് അല്ലേ, ചാമിലിയോൺ അല്ലേ. ലിസാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ചാമിലിയോൺ ആട്ടോ, ലിസാർഡ് അല്ല കറക്റ്റ്, അത് ചാമിലിയോൺ ആണ്. പിന്നെ സ്ക്വയറൽസ് ഉണ്ട്, ആൻഡ് ഉണ്ട്, ബീ ഉണ്ട് അല്ലേ, വള്ളിച്ചെടികൾ, പക്ഷികൾ, ഓന്ത്, അണ്ണാൻ, ഉറുമ്പ്, ഇവയൊക്കെ എന്തുണ്ട് നിങ്ങളെ ആ മരത്തേൽ. ഈ മരത്തേൽ ഇവിടെ ഒരു മരം ഉണ്ട്, അതെ ഇപ്പുറത്തൊരു മരം ഉണ്ട് കേട്ടോ, 2 മരമുണ്ട്. ഈ 2 മരത്തേൽ എന്തൊക്കെയുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ അംഗൻവാടി പിള്ളേരെടുത്ത് നോക്കിക്കേ, നിങ്ങൾ മരത്തിൽ എന്തെല്ലാമാണ് കണ്ടത്, ഇല്ലേ ആ പൂവിൽ എന്താണ് വന്നിരിക്കുന്നത് ഇല്ലേ എന്ന് ചോദിക്കുന്ന പോലെ ആയിപ്പോയി അല്ലേ കുഞ്ഞുങ്ങളെ. കാണപ്പെടുന്ന സ്ഥലം നമ്മളൊന്ന് നിരീക്ഷിച്ചിട്ട്, നമ്മളിപ്പോൾ ഈ കുളം കണ്ടു അല്ലേ, പോണ്ട് കണ്ടു, അപ്പോൾ അതിനകത്തിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് എഴുതാനാ. ഇങ്ങനെ ഇതിനെ ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇത് മൊത്തത്തിനെ നമ്മൾ എന്താ കുഞ്ഞുങ്ങളെ ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന് വിളിക്കാൻ കാരണം എന്ത്? 5ാമത്തെ ചോദ്യം കേട്ടോ. എന്തുകൊണ്ടാണ്? ബിക്കോസ് എന്തുകൊണ്ടാ വേരിയസ് ടൈപ്പ് ഓഫ് ഓർഗാനിസം സച്ച് ആസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ്, ആനിമൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ് എക്സെട്രാ കോ എക്സിസ്റ്റ് ഇൻ ദ സെയിം എൻവയോൺമെൻറ്റ് അല്ലേ. എൻവയോൺമെൻറ്റ് അല്ലേ, എൻവിറോൺമെൻറ്റ്, കൊച്ചു പിള്ളേരാണ് എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞത്, എൻവയോൺമെൻറ്റ് കേട്ടോ. ദീസ് ഷോസ് ദ ഡൈവേഴ്സിറ്റി, റിച്ച്നെസ് ആൻഡ് ഇൻ്റർഡിപ്പെൻഡൻസ് ഓഫ് ദ ലൈഫ് ഫോം ഇൻ നേച്ചർ. വായിക്കാൻ പറ്റണേ. ബിക്കോസ് വേരിയസ് ടൈപ്പ് ഓഫ് ഓർഗാനിസം such as different kinds of plants, animals, birds, insects, etc. coexist in the same environment. This shows the diversity, richness and interdependence of the life form in nature. നമ്മുടെ ചോദ്യം എന്താണ്? ഇതൊരു നല്ലൊരു ചോദ്യം അല്ലേ. നമുക്ക് ഈ തന്ന പിക്ചറിനെ ജൈവ വൈവിധ്യ ഉദ്യാനം അല്ലേ, ഗാർഡൻ്റെ പിക്ചറിൻ്റെ ബയോഡൈവേഴ്സിറ്റി പാർക്ക്, ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളെ? ഒരേ പരിസ്ഥിതിയിൽ നോക്കിയേ, ഒരേ പരിസ്ഥിതിയിൽ വിവിധ തരം എന്തൊക്കെയുണ്ട്, സസ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, ഷഡ്പദങ്ങൾ തുടങ്ങി പലതരം ജീവജാലങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഇത് പ്രകൃതിയിലെ ജീവരൂപങ്ങളുടെ വൈവിധ്യവും സമൃദ്ധിയും പരസ്പരാശ്രിതത്വവും കാണിക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് ഇത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇത് തന്നെ മതി കുഞ്ഞുങ്ങളെ. ഈ ഒരൊറ്റ വരിയിൽ തന്നെ എല്ലാം ഉണ്ട്. ഒരേ പരിസ്ഥിതിയിൽ കേട്ടോ വിവിധ തരം സസ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, ഷഡ്പദങ്ങൾ തുടങ്ങി പലതരം ജീവജാലങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കൊണ്ടും അതിനെ എന്ത് പറയാം, നമുക്ക് ബയോഡൈവേഴ്സിറ്റി പാർക്ക് അല്ലേ, ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന് നമുക്ക് വിളിക്കാം. ഇത് നമ്മുടെ പ്രകൃതിയിലെ ജീവരൂപങ്ങളുടെ വൈവിധ്യവും സമൃദ്ധിയും പരസ്പരാശ്രിതത്വം ഒക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. അവർ ഒത്തൊരുമയോടെ നോക്കിക്കേ, എല്ലാവരും നല്ല അല്ലേ ഒത്തൊരുമയോട് കൂടിയാണ് അല്ലേ കാണിക്കുന്നത്. മനസ്സിലായോ? ഇത് ഇത്രയാ കുഞ്ഞുങ്ങളെ നമ്മുടെ ഫസ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിലെല്ലാം നട ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെയാണ് നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം കേട്ടോ. ഓക്കെ ആണോ? അടുത്ത നമുക്ക് പഠിക്കാം. പേജ് നമ്പർ 270. നടേ അവിടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഞാനത് എഴുതിയില്ല കേട്ടോ. എന്താണെന്നറിയോ, പാപ്പുവ ന്യൂ ഗിനിയയിലെ ഒരു വെറൈറ്റി പേരുകളൊക്കെ കേട്ടോ പഠിച്ചാൽ നമ്മുടെ തല എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലല്ല, നിങ്ങൾക്കിത് ഇങ്ങോട്ട് നിൽക്കുമോ? പാപ്പുവോ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? പാപ്പുവ ന്യൂ ഗിനിയയിലെ ഒരു മരത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും എന്ന് വെച്ചാൽ ഒരു മരത്തിൻ്റെ പുറംപാളി ഉണ്ടല്ലോ, അതിൻ്റെ ഉപരിതലത്തിൽ നിന്നും 173 ഇനം ലൈക്കണുകളെ കണ്ടെത്തി. എന്താണ് ഈ ലൈക്കൻസ് എന്ന് നമുക്കിപ്പോൾ പഠിക്കാം. ലൈക്കണുകളെ കണ്ടെത്തി. ഉഷ്ണമേഖലാ വനങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ജൈവ വൈവിധ്യത്തിൻ്റെ തോത് ഈ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നു. എങ്ങനെയുണ്ട്? പഠിക്കാൻ പറ്റുന്നുണ്ടോ? പാപ്പുവ ന്യൂ ഗിനിയയിലെ
ഒരു മരത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും എത്ര ഇനം ആ ലൈക്കൺ കണ്ടതൊക്കെ 173 ഇനം ലൈക്കണുകളെയാണ് കണ്ടെത്തിയത്. ചിലപ്പോൾ അത് ഒരു മാർക്കിന് ചോദിക്കാം കേട്ടോ. പാപ്പുവ ന്യൂ ഗിനിയയിലെ ഒരു മരത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും എത്ര ഇനം ലൈക്കണുകളെയാണ് കണ്ടെത്തിയത്? വൺ വേഡ് ക്വസ്റ്റ്യൻ വേണേ പറയണേ നിങ്ങൾ കേട്ടോ. ഞാൻ എക്സാം ഓറിയൻറ്റഡ് വൺ വേഡ് എല്ലാ വർഷവും ഇടുന്നതാണ്, എല്ലാ പ്രാവശ്യവും ഇടുന്നതാണ്. ഓണപരീക്ഷയ്ക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെന്നുള്ളവരെന്ന കമൻറ്റ് പറയണേ. ഉഷ്ണമേഖലാ വനങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന ജൈവ വൈവിധ്യത്തിൻ്റെ തോത് കേട്ടോ, ഈ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ 2024 ഇന്ത്യയിൽ 683 പുതിയ സ്പീഷീസുകളെ കണ്ടെത്തി. 2024 ഇന്ത്യയിൽ 600 നോക്കണേ കേട്ടോ. ഇത് പാപ്പുവ ന്യൂ ഗിനിയ കേട്ടോ. ആ വാക്കൊന്ന് പഠിച്ചു വെക്കണേ. 2024 കഴിഞ്ഞ വർഷം, പുതിയ ടെസ്റ്റ് അല്ലേ, അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കേട്ടോ. 2024 ഇന്ത്യയിൽ 683 പുതിയ സ്പീഷീസുകളെ കണ്ടെത്തി. പുതിയ ജന്തുജാലങ്ങളെ കണ്ടെത്തുന്നതിൽ 101 സ്പീഷീസുകളുമായിട്ട് കേരളം 1ാം സ്ഥാനം നേടിയെന്നാണ് കേട്ടോ. കണ്ടുപിടുത്തത്തിൽ നമ്മുടെ കേരളം 101 നമ്മൾ സ്പീഷീസ് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ പാഠത്തെ പഠിക്കാം. സ്പീഷീസുകളുമായിട്ട് കേരളം 1ാം സ്ഥാനം നേടി എന്നാണ്. നിങ്ങൾ വാരി വലിച്ച് പഠിക്കേണ്ടാവും. നിങ്ങളെ വേണേ ഇതൊന്ന് പഠിച്ചോ. നമ്മുടെ ഇന്ത്യയിൽ 683 2008 സ്പീഷീസുകളെ കണ്ടെത്തി. മതി എത്രയും മതി. പാപ്പുവ ന്യൂ ഗിനിയ എന്നുണ്ട്. ഈ വാക്കൊന്ന് പഠിച്ചേക്കണം. 180 ഇനം ലൈക്കണുകളെ കണ്ടെത്തി കേട്ടോ. ഓക്കെ ആണോ? കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സോഷ്യലൊക്കെ ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ട് സയൻസിന് വേണ്ടി കൂടുതൽ സമയം നിങ്ങൾ സയൻസ് നല്ലപോലെ പഠിക്കണം. പക്ഷേ സോഷ്യലൊക്കെ ഒരുപാടുണ്ട്. മാത്സിൻ്റെ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടോ. നമ്മുടെ ചാനലിൽ 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ എല്ലാ ചാപ്റ്ററുകളും ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ്. ഏറ്റവും എളുപ്പം. ഓരോരുത്തരും എന്നോട് ചോദിക്കുന്നുണ്ട്, ടീച്ചർ ഇത്രയും ലോ ആയിട്ട് വേണോ? 8ാം ക്ലാസ് ഹൈസ്കൂളിലല്ലേ? പക്ഷേ എല്ലാവരും ഒരുപോലെയാണോ നിങ്ങളെ? ചിലർക്ക് ഈ മാത്സ് എന്ന് പറയുന്നതേ കേൾക്കുന്നതേ മാത്സോ പേടി, എല്ലാവർക്കും പേടി. അതുകൊണ്ട് എത്രയും ചെറുതാക്കി സിമ്പിളാക്കി ചെയ്യുക. അതുപോലെയാണ് നമ്മുടെ ഓരോ ക്ലാസ്. നിങ്ങൾ അതിൽ ഒരു ക്ലാസ് എടുത്ത് കാണുന്നവർക്കറിയാം കേട്ടോ. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ സയൻസ് നോക്കിക്കേ. അടുത്ത നമ്മളിപ്പോൾ പറഞ്ഞല്ലോ 173 ഇനം ലൈക്കണുകളെ നമ്മൾ കണ്ടെത്തി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ഈ ലൈക്കണുകൾ അല്ലേ? ലൈക്കൺ LICHENS എന്നാണ് ലൈക്കൺസ് കേട്ടോ. ലിച്ചൻസ് എന്ന് ചിലപ്പോൾ പറയാം. ഇവിടെ മലയാളം തന്നെ ലൈക്കണുകളൊന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലിച്ചൻസ് എന്ന് അങ്ങനെ പറയില്ല, ലൈക്കണുകൾ തന്നെ പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്താണ് നോക്കിക്കേ. ചില ആൽഗകളോ ഇത്രയും വേണോ എന്ന് ചോദിക്കാം. പക്ഷെ നമ്മൾ അതിൻ്റെ ഓരോ ഭാഗവും മനസ്സിലാക്കി വരുമ്പോൾ ഇത് ഫുള്ള് വേണം കേട്ടോ. ഇതൊന്നും അതായത് ഞാനിപ്പോൾ വായിച്ചു തരാം. ചില ആൽഗകളോ സയനോബാക്ടീരിയ കേട്ടോ. സയനോബാക്ടീരിയ എന്നൊക്കെ നിങ്ങളൊന്ന് യൂട്യൂബിലകത്തിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഇതൊക്കെ എന്തുവാന്ന് കേട്ടോ. അതായത് ആൽഗകൾ, സയനോബാക്ടീരിയ കേട്ടോ. ഇതൊന്ന് അടിച്ചു കൊടുത്താൽ മതി നിങ്ങൾ. ഇപ്പോൾ അതിൻ്റെ പിക്ചർ വരും. സയനോബാക്ടീരിയകളോ ചിലയിനം ഫംഗസുകൾക്കുള്ളിൽ വസിക്കുന്നു. ഒന്നാമത്തെ വരി നോക്കണേ. എന്താ? ചില ആൽഗകളോ സയനോബാക്ടീരിയകളോ ചിലയിനം ഫംഗസുകൾക്കുള്ളിൽ, ഫംഗസിനുള്ളിലാണ്, ഫംഗസുകൾക്കുള്ളിൽ വസിക്കുന്നു. ഈ ഫംഗസ് ഘടനയും സംരക്ഷണവും നൽകുമ്പോൾ, ഈ ഫംഗസിനകത്ത് കയറുമ്പോൾ ഈ ഫംഗസ് എന്താണെന്നറിയോ? അതിൻ്റെ ഘടനയും സംരക്ഷണവും നൽകുമ്പോൾ ഈ ആൽഗകളോ സയനോബാക്ടീരിയകളോ പ്രകാശ സംശ്ലേഷണത്തിലൂടെ, നോക്കണേ നിങ്ങളെ, അത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ 2 ജീവികൾക്കും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു. ആർക്കൊക്കെയാ? ഈ ആൽഗകളും സയനോബാക്ടീരിയകൾക്കും. ആരായി? ഫംഗസ് കേട്ടോ. പ്രകാശ സംശ്ലേഷണത്തിലൂടെ എന്താണ്? 2 ജീവികൾക്കും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ ഫംഗസ് ആൽഗ അല്ലെങ്കിൽ ഫംഗസ് സയനോബാക്ടീരിയ ചേർന്നുള്ള സഹജീവനത്തിന് പറയുന്ന പേരാണ് ലൈക്കണുകൾ. അപ്പം നമ്മൾ പറയും എന്താ 3 വരി തന്നെ ഉണ്ട് കുഞ്ഞുങ്ങളെ, ഇത് മാത്രം ഈ ലാസ്റ്റ് വരി പഠിച്ചാൽ മതിയോ എന്ന് നമ്മളോട് ചോദിച്ചാൽ പോരാ. കാരണം എന്താ? ഇതിൻ്റെ ബാക്കിയായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. മനസ്സിലാക്കണേ. എന്താ? ചില ആൽഗകളോ സയനോബാക്ടീരിയകളോ ചിലയിനം ഫംഗസുകൾക്കുള്ളിലാണ് വസിക്കുന്നത്. ഈ ഫംഗസ് ഘടനയും സംരക്ഷണവും ഇതിനങ്ങോട്ട് നൽകുമ്പോൾ ഈ ആൽഗകളോ അതുപോലെ സയനോബാക്ടീരിയകളോ പ്രകാശ സംശ്ലേഷണത്തിലൂടെ എന്ത് ചെയ്യുന്നു? 2 ജീവികൾക്കും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ ഈ ഫംഗസ് ആൽഗ ഇത് രണ്ടുകൂടെ ചേർന്ന് എന്താ? ഫംഗസ് ആൽഗയും സയനോയല്ലേ? ഫംഗസ് ആൽഗ അല്ലെങ്കിൽ ഈ ഫംഗസ് സയനോബാക്ടീരിയയുടെ ചേർന്ന് എന്തുണ്ടാകുന്നു? അങ്ങനെ അവർ തങ്ങളുള്ള ഒരു സഹജീവനമാണ് ലൈക്കണുകൾ എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് കൂടി നോക്കൂ നിങ്ങൾ. ഏതാണ്ട് എന്താണ് ലൈക്കണുകൾ? മലയാളം നമ്മൾ വായിച്ചല്ലോ. സം ആൽഗ ഓർ സയനോബാക്ടീരിയ ലിവ് ഇൻസൈഡ് സർട്ടൻ ഫംഗി എന്ന് പഠിച്ചു കേട്ടോ.
ദ ഫംഗസ് പ്രൊവൈഡ്സ് സ്ട്രക്ചർ ആൻഡ് പ്രൊട്ടക്ഷൻസ് വൈൽ ദ ആൽഗെ ഓർ cyanobacteria produce food for both organism through photosynthesis. The symbiotic organizations of these organism is known as എന്താ ലൈക്കണുകൾ. മനസ്സിലായോ? വായിക്കാൻ പറ്റുന്നുണ്ടോ? സം ആൽഗെ ഓർ സൈനോബാക്ടീരിയ ലിവ് ഇൻസൈഡ് സെർട്ടൺ ഫംഗി അല്ല ഫഞ്ചൈ എന്ന് പഠിച്ചോട്ടോ. ഫഞ്ചൈ. ദ ഫംഗസ് പ്രൊവൈഡ്സ് സ്ട്രക്ചർ ആൻഡ് പ്രൊട്ടക്ഷൻസ് while the algae or cyanobacteria produce food for both organism through photosynthesis. The symbiotic organizations of the organism is known as lichens. ഓക്കെ ആണോ നിങ്ങളെ? എളുപ്പമല്ലേ? ഇനി അതിന് തൊട്ട് താഴെ കണ്ട് വാർത്തകൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചില്ലേ? ഇവിടെ 2 വാർത്ത പറഞ്ഞായിരുന്നു അല്ലേ? ഈ വിവരങ്ങൾ വിശകലനം ചെയ്ത് ജൈവ വൈവിധ്യത്തെക്കുറിച്ച് നമുക്ക് എത്തിച്ചേരാവുന്ന നിഗമനങ്ങൾ എന്തെല്ലാമാണെന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. ഓക്കെ, ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിരീക്ഷിച്ച് ജീവജാലങ്ങളുടെ വാസസ്ഥലങ്ങൾ ഏതെന്ന് കണ്ടെഴുതുക. ഇവിടെ നോക്കുന്നില്ല, അത് ഞാൻ എഴുതിയില്ല, അത് വലിയ വേണമെന്നൊന്നും തോന്നിയില്ല കേട്ടോ. അടുത്തത് ഇവിടെ ഒരു 17.2 ഓരോ ചിത്രത്തിനും ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 17.2 പടം. ഇത് നിരീക്ഷിച്ചിട്ട് ഒബ്സർവ് ഫിഗർ 70.2 ആൻഡ് റൈറ്റ് ഡൗൺ ദ ഹാബിറ്റാറ്റ് ഓഫ് ദ ഓർഗാനിസം. ഹാബിറ്റാറ്റ് വാസസ്ഥലങ്ങൾ കേട്ടോ. ഹാബിറ്റാറ്റ് ഓഫ് ദ ഓർഗാനിസം, ജീവികളുടെ വാസസ്ഥലങ്ങൾ ഏത്? ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ ഇത് ഏതാണ്? ഇത് നമ്മുടെ ചെമ്പരത്തി പൂവാണ് അല്ലേ? പിന്നെയോ ഇതോ ഫിഷൊക്കെ അല്ലേ? ഇതോ ഒരു സമുദ്രം വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളാണ് അല്ലേ? ഇത് കരയിൽ ജീവിക്കുന്നതാണ്, കറക്റ്റ്. ഇത് വെള്ളത്തിൽ ജീവിക്കുന്നവയാണ്. ഇതോ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നതാണ്. ഇതോ പോളാർ ബിയർ ആവും നിങ്ങളെ. ഇതെന്താണ്? പോളാർ റീജിയൻ, നല്ല തണുപ്പുള്ള പ്രദേശത്ത് ജീവിക്കുന്ന ജീവിയാണിത് കേട്ടോ. അവിടെ മാത്രമേ ഇതിന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഇത് കരയിൽ മാത്രം ജീവിക്കുന്നത്. വെള്ളത്തിൽ കൊണ്ടുവച്ചാൽ എന്താ 2 ദിവസം കഴിയുമ്പോൾ അതങ്ങ് അഴുകിപ്പോവും അല്ലേ? വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ചെടിയാണിത്. വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നതാണ് മീനുകൾ. കരയിലും വെള്ളത്തിലും ജീവിക്കുന്നതാണ് തവള, ഫ്രോഗ്. പോളാർ ബിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പുള്ള പ്രദേശങ്ങളിൽ മാത്രം ജീവിക്കുന്നതാണ് ഏതാ? പോളാർ ബിയർ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെന്താ 70 പോലെ ഓക്കെ. പ്ലാന്റ്സ് ഇവിടെ നമുക്ക് അത് മാത്രമല്ല, ഇവിടെ നോക്കിയേ പ്ലാന്റ്സ്, അതായത് ലാൻഡ് ഗാർഡൻ. ഇവിടെ നമുക്ക് കൊടുത്തേക്കുന്ന സസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയിലാണ്, അത് പൂന്തോട്ടത്തിലാണ്. ഫിഷ് അല്ലേ? സീയിലും പോണ്ടിലും റിവറിലും ഒക്കെ, സമുദ്രം, കുളം, ജലാശയങ്ങളിലൊക്കെ നമുക്ക് ഫിഷിനെ കാണാം. ഫ്രോഗോ ലാൻഡ് ആൻഡ് വാട്ടർ, കരയിലും വെള്ളത്തിലുമുള്ളതാണ്. പോളാർ ബിയർ എന്ന് വെച്ചാൽ പോളാർ റീജിയനിലാണ്, എന്ന് വെച്ചാൽ ധ്രുവക്കരടി എന്നാണ് അതിൻ്റെ മലയാളം കേട്ടോ. ധ്രുവക്കരടിയെ നമുക്ക് എവിടെയാണ് കാണുന്നത്? മഞ്ഞു മൂടിയ നല്ല തണുപ്പുള്ള പ്രദേശം അല്ലേ? മഞ്ഞു മൂടിയ പ്രദേശങ്ങളിലാണ് ആരെ കാണുന്നത്? പോളാർ ബിയർ അല്ലെങ്കിൽ ധ്രുവക്കരടിയെ കാണുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? ഇതൊക്കെ ടെസ്റ്റിലെ ചോദ്യങ്ങളാട്ടോ, എഴുതിയെടുക്കണേ. ഓക്കെ, അടുത്ത ഇവിടെ കുറേ ഇനി എന്താണ് ഹാബിറ്റാറ്റ്? എന്താണ് ആവാസം എന്നാൽ എന്താണ്? 8ാമത്തെ ചോദ്യമാണ്. ആവാസം എന്നാൽ എന്താണ്? ദ നാച്ചുറൽ സറൗണ്ടിങ്സ് വേർ ഈച്ച് ലിവിങ് ബീയിങ് ലിവ് ഈസ് കാൾഡ് ഇറ്റ്സ് ഹാബിറ്റാറ്റ്. ദ നാച്ചുറൽ സറൗണ്ടിങ്സ് വേർ ഈച്ച് ലിവിങ് ബീയിങ് ലിവ്സ് ഈസ് കാൾഡ് ഇറ്റ്സ് ഹാബിറ്റാറ്റ്. ഓരോ ജീവിയും ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് വിളിക്കുന്നത്. ഓരോ ജീവിയും ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാവും ഞങ്ങളെ ആവാസം എന്ന് വിളിക്കുന്നത്. വായിക്കാനും എഴുതാനും പറ്റുമല്ലോ. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ വാട്ട് ആർ ദ ഓർഗാനിസം ഫൗണ്ട് ഓൺലി ഇൻ ദീസ് ഹാബിറ്ററ്റ്. ഇതെല്ലാം നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. എന്താ? അതായത് ഈ ആവാസങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ജീവികൾ ഏതെല്ലാം? നമുക്കവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. കോറൽ റീഫ് കണ്ടോ? കോറൽ റീഫ്, കണ്ടൽ കാടുകൾ, മരുഭൂമികൾ, അതുപോലെ നീർത്തടങ്ങൾ കേട്ടോ. ഇതിനെക്കുറിച്ച് ഇവിടെയൊക്കെ കാണപ്പെടുന്ന ജീവികളെക്കുറിച്ച് എഴുതാനാണ് നമ്മളോട് ചോദിച്ചത്. നോക്കിക്കേ, കോറൽ, സീ അനിമോൺസ്, റീഫ് ഫിഷസ്, സ്റ്റാർ ഫിഷുകൾ, സ്പോഞ്ചസ്, സീ ഓർച്ചിൻസ്, പിന്നെ അതുപോലെ മൊളസ്കുകൾ കേട്ടോ. മൊളസ്ക്. ഈ ആവാസങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ജീവികൾ ഏതെല്ലാമാണെന്നാണ് കേട്ടോ.
കോറൽസ് പവിഴപ്പുറ്റുകൾ, സീ അനിമോൺസ് കടൽ അനിമോൺസുകൾ എന്ന് പറയുന്നത് കേട്ടോ. റീഫ് ഫിഷസ് എന്ന് വെച്ചാൽ അതൊരു തരം മത്സ്യങ്ങളാണ്. സ്റ്റാർ ഫിഷ് നക്ഷത്ര മത്സ്യങ്ങളാണ്. അതുപോലെ സ്പോഞ്ചുകൾ എന്നൊക്കെ ഇവിടെ അങ്ങനെയുള്ളതുണ്ട് കേട്ടോ. സീ അർച്ചിൻസ് ഇങ്ങനെ കുറേ ഉണ്ട്. നമുക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു 3-4 പേര് പഠിച്ചു വെക്കുക കേട്ടോ. മൊളസ്കുകൾ മുള്ളൂസ്ക് എന്ന് പറയത്തില്ല, മുളസ്കുകൾ എന്നാണ് കേട്ടോ. ഓക്കെ ആണോ? ഞാനതിൻ്റെ ഹെഡിങ് എഴുതിയില്ലായിരുന്നു കുഞ്ഞുങ്ങളെ. കോറൽ റീഫിനെ കുറിച്ച്, അതായത് നമ്മുടെ പിക്ചറിൽ ഒന്നാമത്തെ കേട്ടോ കോറൽ റീഫ്, അതിനെക്കുറിച്ചാണ്. അതിനകത്തിൽ എന്തൊക്കെ നമുക്ക് കാണുമെന്നുള്ളതാണ് കേട്ടോ. പവിഴപ്പുറ്റുകളും അതുപോലെ കുറേ ചെറിയ മത്സ്യങ്ങൾ കേട്ടോ. റീഫ് ഫിഷസും സ്റ്റാർ ഫിഷും അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം എന്ത് കാണാം ഇതിനകത്തിൽ കാണുമെന്ന്. അടുത്തത് കണ്ടൽ കാടുകളാണ്. എന്താ കുഞ്ഞുങ്ങളെ? കണ്ടൽ കാടുകൾ. അതിനെ നമ്മളെന്താ മാൻഗ്രൂവ് ഫോറസ്റ്റ്, ആ പടം അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കണ്ടോ കണ്ടൽ കാട്, മാൻഗ്രൂവ് ഫോറസ്റ്റ്, കണ്ടൽ വനങ്ങൾ. അതായത് അവിടെ ആദ്യം മാൻഗ്രൂവ് ട്രീസ് ഉണ്ട്. ഇവിടെയൊക്കെ കണ്ടോ കുഞ്ഞു ട്രീസ്, ഭയങ്കര കട്ടിയായിരിക്കും ഇതിന് കേട്ടോ. മാൻഗ്രൂവ് ട്രീസ്, അത് വിത്ത് ബ്രീത്തിങ് റൂട്ട്സ്. പിന്നെ അതിൻ്റെ ക്രാബ്സ് ഉണ്ട് അല്ലേ, ഇതിനകത്തൊക്കെ ക്രാബ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഹെറോൺസുകളുണ്ട്. പിന്നെന്താ ഓയിസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിനകത്തിൽ മഡ് സ്കിപ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 4-4 പേര് പഠിച്ചു വെച്ചിരിക്കണം. ഈ കണ്ടൽ വനങ്ങളിൽ എന്തൊക്കെയുണ്ടെന്നാണ്. കണ്ടൽ മരങ്ങളുണ്ട്, ഞണ്ടുകളുണ്ട്, മുത്തുച്ചിപ്പിയൊക്കെ കിട്ടും കേട്ടോ. മുത്തുച്ചിപ്പി, അതുപോലെ തന്നെ കൊക്കുകൾ വന്നിരിക്കും കേട്ടോ, ഹെറോൺസ് കൊക്കുകൾ. പിന്നെ ഡിസേർട്ട്, അടുത്തത് മരുഭൂമിയാണ്. മരുഭൂമിയിൽ നോക്കി കുഞ്ഞുങ്ങളെ കാക്ടസ് അല്ലേ, കള്ളിമുൾച്ചെടികൾ കാണും. പിന്നെ തോണി ബുഷസ്, നല്ല മുള്ളുള്ള കുറ്റിച്ചെടികൾ കാണും. ക്യാമൽസ്, ഒട്ടകങ്ങൾ കാണും. ഡിസേർട്ട് ലിസാർഡ്സ്, മരുഭൂമിയിലെ ഒരുമാതിരി ലിസാർട്ട്, മരുഭൂമിയിൽ മാത്രം കാണപ്പെടുന്ന ഒരുമാതിരി പല്ലി പോലുള്ള ഉണ്ടല്ലോ, പല്ലികൾ, അതുപോലത്തെ കാണും. പാമ്പുകളുണ്ട് കേട്ടോ. ഇതിനകത്തിലൊക്കെ എന്താണ് നമുക്ക് കാണാൻ പറ്റാത്ത ഈ മണ്ണിൻ്റെ തന്നെ കളറുള്ള പാമ്പുകളുണ്ട്. ആൻഡ് സ്കോർപ്പിയോൺസ് ഉണ്ട്, തേളുകളുണ്ട് കേട്ടോ. മരുഭൂമിയിൽ എന്തൊക്കെയുണ്ട് ഏതെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 3-4 പേര് പഠിച്ചു വെക്കുക. ഏതെങ്കിലും 3-4 പേര് പഠിച്ചു വെക്കുക. നമുക്ക് ഏതാണോ പഠിക്കാൻ എളുപ്പമെന്ന് വെച്ചാൽ അതിൻ്റെ. ഓക്കെ, അടുത്തത് ഏതാണ്? തണ്ണീർത്തടങ്ങൾ എന്ന് വെച്ചാൽ വെറ്റ്ലാൻഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ വയൽ പോലൊക്കെ ഉണ്ടല്ലോ, വയൽ, അതുപോലെ വെറ്റ്ലാൻഡ്, തണ്ണീർത്തടങ്ങൾ. വയൽ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഫ്രോഗ് അല്ലേ, ഡക്ക്, ഡ്രാഗൺ ഫ്ലൈസ്, റീഡ്സ്, ലോട്ടസ് ആൻഡ് ഫിഷ് അല്ലേ. തവളകൾ കാണും, താറാവുകൾ കാണും, തുമ്പികൾ കാണും. റീഡ്സ് എന്ന് വെച്ചാൽ ഈറ്റാന്ന് കേട്ടോ, ഇതിൻ്റെയൊക്കെ സൈഡിൽ നിൽക്കുന്ന ഈറ്റ, പുല്ല് പോലുള്ള. പിന്നെ താമര കാണും, പിന്നെ മത്സ്യങ്ങൾ കാണും. ഇതൊക്കെ എന്താണ്? വെറ്റ്ലാൻഡിൽ, തണ്ണീർത്തടങ്ങൾ. നമ്മൾ ഈ വയൽ പോലെയല്ലേ, വയൽ പോലുള്ള ഇതില്ലോ നിങ്ങളെ, അങ്ങനെയൊക്കെയുള്ളതിനെ തണ്ണീർത്തടങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. കറക്റ്റ് അങ്ങനെ അതല്ല, എന്നാലും ഒന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് കണ്ടോ തണ്ണീർത്തടങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ കാണുന്നു എന്നാണ് നമ്മളോട് റഫായിട്ടൊന്ന് ചോദിച്ചത്. അതിനകത്തൊന്നും പഠിക്കത്തക്കായിട്ടൊന്നുമില്ല, അതിനകത്തിൽ എന്തൊക്കെ കാണുന്നു കേട്ടോ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്താ? ഈ ആവാസങ്ങളിൽ ജീവികളുടെ നിലനിൽപ്പിനെ സഹായിക്കുന്ന അങ്ങനത്തെ ചോദ്യമുണ്ട് കേട്ടോ. ഈ ആവാസങ്ങളിൽ ജീവികളുടെ നിലനിൽപ്പിനെ സഹായിക്കുന്ന അജീവീയ ഘടകങ്ങൾ ഏതെല്ലാമാണ് കേട്ടോ. ഈ എന്ന് വെച്ചാൽ ഇവിടെ വരെ ഒരെണ്ണമായിരുന്നു. അടുത്ത ഈ ആവാസങ്ങളിൽ ജീവികളുടെ നിലനിൽപ്പിനെ സഹായിക്കുന്ന അജീവീയ ഘടകങ്ങൾ ഏതെല്ലാമാണ്? വാട്ട് ആർ ദ നോൺ ലിവിങ് ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ സർവൈവൽ ഓഫ് ഓർഗാനിസം ഇൻ ദീസ് ഹാബിറ്റാറ്റ്? ഇവിടെയൊക്കെ എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ? നമ്മളിപ്പോൾ ഈ പറഞ്ഞല്ലോ, ജീവിയ ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ ജീവികളുടെ നിലനിൽപ്പിനെ സഹായിക്കുന്ന, നിലനിൽപ്പ് വേണമെങ്കിൽ ഇല്ലേ, അതിനൊക്കെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അജീവീയ ഘടകങ്ങൾ, അവരെ സഹായിക്കുന്ന അജീവീയ ഘടകങ്ങൾ ഏതെല്ലാമാണ് എന്നൊരു ചോദ്യം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിലനിൽപ്പിനെ സഹായിക്കുന്ന അജീവീയ ഘടകങ്ങൾ ഏതെല്ലാം? വാട്ട് ആർ ദ നോൺ ലിവിങ് ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ സർവൈവൽ ഓഫ് ഓർഗാനിസം ഇൻ ദീസ് ഹാബിറ്റാറ്റ് എന്നൊരു ചോദ്യമുണ്ട്. ടെസ്റ്റിലെ ചോദ്യമാണ്. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞു ഈ 4 എന്താ? കോറൽ റീഫ്, ഇപ്പോൾ ഈ പറഞ്ഞ മാംഗ്രൂവ് ഫോറസ്റ്റും ഒക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു നോക്കൂ കുഞ്ഞുങ്ങളെ. കോറൽ റീഫ് ആണെങ്കിൽ അവിടെ വാം ആൻഡ് ഷാളോ സീ വാട്ടർ, പ്ലെൻറ്റി ഓഫ് സൺലൈറ്റ്, ക്ലിയർ വാട്ടർ ആൻഡ് സ്റ്റേബിൾ സലൈനിറ്റി എന്ന് വെച്ചാൽ കോറൽ റീഫിൽ നല്ല നല്ല ചൂടുള്ളതും ഷാളോ സീ വാട്ടർ എന്ന് വെച്ചാൽ ആഴം കുറഞ്ഞതുമായ കടൽ വെള്ളം, നല്ല ആഴം കുറവുള്ള കടൽ വെള്ളമുണ്ട്. പിന്നെ ധാരാളം സൂര്യപ്രകാശം, പ്ലെൻറ്റി ഓഫ് സൺലൈറ്റ്, തെളിഞ്ഞ വെള്ളം, ക്ലിയർ വാട്ടർ ഉണ്ട്,
സ്റ്റേബിൾ സലൈനിറ്റി, സ്ഥിരമായ ലവണാംശമുള്ളതും ഒക്കെ ഉണ്ട്. ഏതാ? കോറൽ റീഫിൻ്റെ കാര്യമാണ്. കോറൽ റീഫിൻ്റെ പടം കണ്ടോ എൻ്റെ ഇവിടെ കണ്ടോ. ഇനി അടുത്ത നമ്മൾ മാംഗ്രൂവ് ഫോറസ്റ്റിലോ സാൾട്ടി കോസ്റ്റൽ വാട്ടർ, മഡി സോയില്, പിന്നെ ടൈഡൽ വാട്ടർ മൂവ്മെൻറ്റ് ആൻഡ് ഹൈ ഹ്യൂമിഡിറ്റി. അവിടെ എന്തൊക്കെയാവും നിങ്ങളെ? ഉപ്പുവെള്ളമുള്ള തീരദേശ ജലമായിരിക്കും, ചെളി നിറഞ്ഞ മണ്ണ, വേലിയേറ്റ ജലത്തിൻ്റെ ചലനമുണ്ട്, പിന്നെ ഉയർന്ന ഈർപ്പവുമായിരിക്കും കേട്ടോ. ഉപ്പുവെള്ളമുള്ള തീരദേശ ജലമായിരിക്കും സാൾട്ടി കോസ്റ്റൽ വാട്ടർ. അതുപോലെ തന്നെ ചെളി നിറഞ്ഞ മണ്ണ്, വേലിയേറ്റ ജലത്തിൻ്റെ ചലനം, ഉയർന്ന ഈർപ്പം എന്നിവയൊക്കെ കാണും കേട്ടോ. മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ കാര്യമാണ് ചെളി നിറഞ്ഞതും ഒക്കെ കേട്ടോ. ഓക്കെ, അടുത്ത ഡെസേർട്ടിലാണെങ്കിലോ, ഡെസേർട്ട് ഹൈ ടെമ്പറേച്ചർ, ലോ റെയിൻഫാള്, സാൻഡി സോയിൽ ആൻഡ് വെരി ലിറ്റിൽ വാട്ടർ അവൈലബിലിറ്റി. ഉയർന്ന താപനില അല്ലേ, മരുഭൂമിയിൽ നമുക്കറിയാം ഭയങ്കര ചൂടാണ് അല്ലേ. ഉയർന്ന താപനില, കുറഞ്ഞ മഴ, മണൽ നിറഞ്ഞ മണ്ണ് അല്ലേ, ഫുൾ എവിടെ നോക്കിയാലും മണ്ണ് അല്ലേ, വളരെ കുറഞ്ഞ ജലലഭ്യത, മഴ കുറവാണ് അല്ലേ, വളരെ കുറഞ്ഞ ജലലഭ്യത എന്നിവയാണ്. ഇനി വെറ്റ്ലാൻഡ് ആണെങ്കിലോ, തണ്ണീർത്തടങ്ങളിലോ പ്രസൻസ് ഓഫ് സ്റ്റാൻഡിങ് ഓർ സ്ലോ മൂവിങ് വാട്ടർ, ഹൈ മോയ്സ്ചർ, സോഫ്റ്റ് മഡി സോയില് ആൻഡ് വാം സൺലൈറ്റ് കേട്ടോ. കെട്ടിക്കിടക്കുന്നതോ സാവധാനം ഒഴുകുന്നതോ ആയ ജലത്തിൻ്റെ സാന്നിധ്യം, ഉയർന്ന ഈർപ്പമായിരിക്കും, മൃദുവായ ചെളിമണ്ണായിരിക്കും, ചൂടുള്ള സൂര്യപ്രകാശം എന്നിവ ഇവിടെ ഉണ്ട്. വെറ്റ്ലാൻഡ് തണ്ണീർത്തടത്തിൻ്റെ കേട്ടോ. എന്താ? കെട്ടിക്കിടക്കുന്നതോ, വയലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? കെട്ടിക്കിടക്കുന്നതോ അത് സാവധാനം ഒഴുകുന്നതോ, വയലിൻ്റെ ഈ ചാല് പോലൊക്കെ വെട്ടി വിടുമല്ലോ, ഒഴുകുന്നതോ ആയ ജലത്തിൻ്റെ സാന്നിധ്യം, അവിടെ ഉയർന്ന ഈർപ്പം, മൃദുവായ ചെളിമണ്ണ്, ചൂടുള്ള സൂര്യപ്രകാശമൊക്കെ അവിടെ ഉണ്ടെന്ന് കേട്ടോ. ഇനി അടുത്ത, എന്തുകൊണ്ടാണ് ചില ജീവികൾക്ക് ചില ആവാസങ്ങളിൽ മാത്രം ജീവിക്കാൻ കഴിയുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇതെല്ലാം നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. ഈ പാഠം വളരെ എളുപ്പമാവും, നിങ്ങളെ കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. കാര്യം 1-2 വട്ടം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവം പിടികിട്ടും കേട്ടോ. അതാണ് ഈ പാഠത്തിൻ്റെ പ്രത്യേകത. ഇതിനകത്ത് വലുതായിട്ടൊന്നും കാണാതെ ഭയങ്കരമായിട്ട് പഠിക്കത്തക്കായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം എന്താ അടുത്ത ചോദ്യം? എന്തുകൊണ്ടാണ് ചില ജീവികൾക്ക് ഇപ്പം നമ്മൾ പറയാം പോളാർ ബിയറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിനെ കൊണ്ടൊന്നും നമ്മൾ ഇവിടെ വളർത്തിയുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ. ചില ജീവികൾക്ക് അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ മാത്രമേ അതിന് ജീവിക്കാൻ പറ്റുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന്. ഓരോ ജീവിക്കും അതിൻ്റെ ഭക്ഷണം, വെള്ളം, വായു, താപനില, വാസസ്ഥലം തുടങ്ങിയവ എന്നിവയുടെ പ്രത്യേക കാര്യങ്ങൾ അവർക്ക് ആവശ്യമാണ്. വിവിധ ആവാസ വ്യവസ്ഥകൾ ഈ ആവശ്യങ്ങൾ വ്യത്യസ്ത രീതികളിലാണ് നൽകുന്നത് അല്ലേ. നമ്മുടെ അവിടുത്തെ പോളാർ റീജിലെ ധ്രുവ പ്രദേശങ്ങളിലെ കൂട്ടാണോ ഇവിടുത്തെ കാലാവസ്ഥയിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് അല്ലേ. വിവിധ ആവാസ വ്യവസ്ഥകൾ ഈ ആവശ്യങ്ങൾ, വ്യത്യസ്ത ആവാസ വ്യവസ്ഥകൾ ഈ നമ്മുടെ ഇവിടുത്തെ ആവശ്യങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് നൽകുന്നത്. ആ 2 വരി എഴുതിയാൽ കേട്ടോ. എവരി ഓർഗാനിസം, അത് പ്ലാന്റ്സ് ആവാം ആനിമൽസ് ആവാം, നീഡ് സ്പെസിഫിക് തിങ്സ് ലൈക്ക് ഫുഡ്, വാട്ടർ, എയർ, ടെമ്പറേച്ചർ ആൻഡ് ഷെൽട്ടർ. ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റ് പ്രൊവൈഡ് ദീസ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ് കേട്ടോ. ആ 2 വരി എഴുതിയാൽ മതി. ഓക്കെ ആണോ? അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ്, എന്തുകൊണ്ടാണ് ചില ജീവികൾക്ക് ചില ആവാസങ്ങളിൽ മാത്രം ജീവിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ ആ 2 വരി എഴുതിയാൽ മതി. ഓക്കെ ആണോ? 11 ക്വസ്റ്റ്യൻ ആയി. നിങ്ങളെ അടുത്ത 12ാമത്തെ ചോദ്യം എന്താണ്? നമ്മളിപ്പോൾ കുറേ പറഞ്ഞു ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞില്ലേ. എന്താണ് ഈ ആവാസ വ്യവസ്ഥ? എന്താണ് എക്കോസിസ്റ്റം അല്ലേ? ദ പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസം ഇൻ എ പർട്ടിക്കുലർ ഏരിയ ആർ ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് അബയോട്ടിക് ഫാക്ടേഴ്സ്. This community along with the physical environment is known as ecosystem. The plants, animals and microorganisms in a particular area are interact with each other and with biotic ആണ്. അബയോട്ടിക്കും ബയോട്ടിക്കും ഉണ്ട് കേട്ടോ. ബയോട്ടിക്കും അബയോട്ടിക്കും ഉണ്ട്. ജീവിയവും അജീവിയവും എന്ന് പറയും. ജീവനുള്ളവയെ ബയോട്ടിക് എന്നും ജീവനില്ലാത്തവയാണ് അബയോട്ടിക് എന്നും പറയുന്നത്. അപ്പോൾ ഒരു നിശ്ചിത സ്ഥലത്ത് കാണപ്പെടുന്ന പരസ്പരം ആശ്രയിക്കുന്ന സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികളും അജീവീയ ഘടകങ്ങളും ചേർന്നതാണ് ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സ്ഥലത്ത് കാണപ്പെടുന്ന പരസ്പരം ആശ്രയിക്കുന്ന സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികളും അജീവീയ ഘടകങ്ങളും ചേർന്നതാണ് ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്.
അടുത്ത നോക്കൂ കുഞ്ഞുങ്ങളെ, ബയോസ്ഫിയർ എന്നാൽ എന്താണ്, ജീവമണ്ഡലം എന്നാൽ എന്താണ്. നമ്മൾ എക്കോസിസ്റ്റം പഠിച്ചു, അടുത്ത എന്താ ബയോസ്ഫിയർ. ദ എക്കോസിസ്റ്റം ഈസ് ദ ബേസിക് യൂണിറ്റ് ദാറ്റ് സപ്പോർട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ബയോസ്ഫിയർ. ദ ബയോസ്ഫിയർ ഓൺ എർത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വേരിയസ് എക്കോസിസ്റ്റം. ആവാസ വ്യവസ്ഥ ജീവമണ്ഡലത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകമാണ്. വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ ചേർന്നതാണ് ഭൂമിയിലെ ജീവമണ്ഡലം. ഇതൊക്കെ ഒരു മാർക്കിന് ചോദിക്കാൻ കൊള്ളാവുന്ന കേട്ടോ. ആവാസ വ്യവസ്ഥ ജീവമണ്ഡലത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകമാണ്. വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ ചേർന്നതാണ് ഭൂമിയിലെ ജീവമണ്ഡലം. അപ്പോൾ ബയോസ്ഫിയർ എന്നാൽ എന്താണ്? അടുത്ത, നിങ്ങളുടെ പരിസരത്തുള്ള ജീവവൈവിധ്യ ഉദ്യാനത്തിലുള്ള വ്യത്യസ്ത ആവാസ വ്യവസ്ഥകൾ ഒന്ന് നിരീക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയുണ്ടോ നിങ്ങളെ? പുൽമേടുകളും ചെറിയ കുളം, പൂന്തോട്ടം എന്നിവയൊക്കെ നമുക്കും കാണാൻ കഴിയുമെന്നാണ്. അപ്പോൾ ഈ 14 ക്വസ്റ്റ്യനും ആൻസറും വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഒന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് 2 ഇടാൻ കുഞ്ഞുങ്ങളെ. കമൻറ്റ് പറയണേ. നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ, മാത്സ് ഇതെല്ലാം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. എക്സാം ഓറിയൻറ്റഡ് ഒക്കെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. എല്ലാം വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. പഠിക്കണേ. ഓക്കെ കുഞ്ഞുങ്ങളെ, ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.